പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്ത് കൊടുമൺ ഡിവിഷനിൽ പത്രിക നൽകിയ കോൺഗ്രസ് കർഷക സംഘടന ജില്ലാ പ്രസിഡന്റ് തട്ടയിൽ ഹരികുമാർ പിൻവാങ്ങി. മല്ലപ്പള്ളി ബ്ലോക്ക് പുന്നവേലി ഡിവിഷനിൽ പത്രിക നൽകിയിരുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീൽ സാലിയും പത്രിക പിൻവലിച്ചു. പത്തനംതിട്ട നഗരസഭ 3-ാം വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തൗഫീഖും പത്രിക പിൻവലിച്ചു. ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, പത്തനംതിട്ടയിൽ UDF-നെ അലട്ടിയ വിമത ഭീഷണി ഏറെക്കുറെ അടങ്ങി അല്ലേ? വിജയകുമാർ, പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും വലിയ തോതിൽ വിമത ശല്യങ്ങളില്ല. അവർക്ക് കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാനും സാധിച്ചു. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനോടകം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ജില്ലയിൽ പ്രചരണം ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട രീതിയിൽ UDF-നെ സംബന്ധിച്ച് ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ തട്ടയിൽ ഹരികുമാർ ഒരു പ്രശ്നമായിരുന്നു. അദ്ദേഹം നോമിനേഷൻ ഇപ്പോൾ എന്തായാലും ജില്ലാ പഞ്ചായത്ത് കൊടുമൺ ഡിവിഷനിൽ നൽകിയ നോമിനേഷൻ പിൻവലിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പുന്നവേലി ഡിവിഷനിൽ പത്രിക നൽകിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീലും നോമിനേഷൻ നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശാനുസാരം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പത്രിക പിൻവലിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി പത്തനംതിട്ട നഗരസഭയിൽ 3-ാം വാർഡിൽ മത്സരത്തിന് ഇറങ്ങിയിരുന്നു. ഈ തൗഫീഖ് എന്ന് പറയുന്ന MSF-ന്റെ ഭാരവാഹിയാണ് മത്സരത്തിന് ഇറങ്ങിയത്. ഈ സീറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, കോൺഗ്രസ് നൽകിയതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇദ്ദേഹത്തെ മത്സരത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം പത്രിക നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് സംസാരിച്ചതിനെ തുടർന്നാണ് തൗഫീഖ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ജില്ലയിലെ നഗരസഭകളിലും മറ്റിടങ്ങളിലൊന്നും തന്നെ വലിയ തോതിലുള്ള റിബൽ ശല്യം കോൺഗ്രസിനില്ല. പക്ഷേ ഒറ്റപ്പെട്ട രീതിയിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ റിബൽ സാന്നിധ്യമുണ്ട്. പക്ഷേ അത് പാർട്ടിയുടെ ആധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ള റിബലുകളല്ല. LDF-ലേക്ക് വന്നാലും ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട റിബൽ സാന്നിധ്യങ്ങളുണ്ട്. പക്ഷേ അതും ഈ സമാനമായ രീതിയിൽ പാർട്ടിയുടെ ആധിപത്യത്തിന് വലിയ കോട്ടം തട്ടാത്ത രീതിയിലാണ്. ഒപ്പം തന്നെ ജില്ലയിൽ ഇതിനോടകം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റു ജില്ലകളെ പോലെ വലിയ തോതിൽ 3 മുന്നണികൾക്കും വലിയ റിബൽ ശല്യമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല. ഏറെക്കുറെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ പാർട്ടി തീരുമാനിച്ച രീതിയിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചില ഇടങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ വലിയ കൂടിയാലോചന ഇല്ലാതെ പത്രിക സമർപ്പിച്ചതിന്റെ ഭാഗമായി തള്ളിപ്പോയിട്ടുണ്ട്. ചില ഒത്തുകളി ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ നിന്നൊക്കെ UDF കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു. അതിനപ്പുറത്തേക്ക് ഏകദേശം ജില്ലയിലെ കാര്യങ്ങൾ സെറ്റാണ്. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മത്സരം വലിയ ആവേശത്തോടു കൂടിയാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ വിമത ഭീഷണിയിൽ നിന്ന് തൽക്കാലം UDF കരകയറിയിട്ടുണ്ട്. LDF-നും BJP-ക്കും അവിടെ കാര്യമായ വിവിധ ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.